ലക്ഷദ്വീപിലെ കഥകളും കേട്ട് നിങ്ങൾ ആ ഒരു മോമൻ.കോംബോയിലെ മോമിൻ്റെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കഥയുടെ ബാക്കിയിലേക്ക് കടക്കാമല്ലേ. ആർക്ക് വേണ്ടിയാണോ സ്റ്റിച്ചിങ് തുടങ്ങിയത് ആൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നമുക്കിന്ന് ചെയ്യാം. കൂടെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയ ലക്ഷദ്വീപ് കഥകളുടെ ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. ഓടിക്കൊണ്ടിരിക്കുന്ന ഓടത്തിൻ്റെ കൂടെ വലിപ്പമുള്ള കടലിറച്ചികൾ അഥവാ തിമിംഗലങ്ങൾ വഴികാട്ടികളെന്ന പോലെ ഉണ്ടാവുന്നതാണ്. ആദ്യ യാത്രക്കാർക്ക് ഓടം മറിഞ്ഞു പോകുമോ എന്ന ചിന്തയുണ്ടാവാം. പക്ഷേ കത്തിക്കൊണ്ടിരിക്കുന്ന റാന്തലുകൾ അണയും വരെ അവ ഓടത്തിനൊപ്പം ചലിച്ചുകൊണ്ടിരിക്കും. അഗാധമായ കറുത്ത കടലും അനന്തമായ ആകാശവും ആഴ്ചകൾ നീളുന്ന ദ്വീപുയാത്രകളിലെ സഹയാത്രികരാണ്. നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഒരു 7 to 8 ഇയേഴ്സ് ആയ കുഞ്ഞിൻ്റെ ആണ് കേട്ടോ. എടുത്തേക്കുന്ന ഷോൾഡർ 7 ഇഞ്ചസ് ആണ്. അതേപോലെ ചെസ്റ്റ് നമ്മളിവിടെ എടുത്തേക്കുന്നത് 9.5 ഇഞ്ചസ് ആണ്. നമ്മൾ ആ ഒരു സ്ക്വയർ ബോക്സിലാക്കി നോർമലായിട്ട് ഒരു ചെറിയൊരു ആം ഹോൾ കർവ് വരച്ചെടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ നേരത്തെ ചാനലുകളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മൾ 2 സ്ട്രൈപ്സും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്ലീവിൽ ടൈ വരുന്ന രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു 2 ഇഞ്ച് വീതിയിൽ, അതേപോലെ നീളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കാം. ഞാനിവിടെ 27 ഇഞ്ച് ലെങ്ത്തിലുള്ള 2 പീസസാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. ടൈ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തേക്കും കൂടെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉള്ളിലേക്ക് സ്റ്റിച്ച് വരുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പോർഷനിലേക്ക് ഈ ഒരു കെട്ട് അഥവാ ടൈ ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു 1/4 ഇഞ്ച് ആം ഹോളിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്കാക്കി 2 ടൈസും പ്ലേസ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും വരുന്നത്. ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുക്കണം. നമ്മളിവിടെ 3 ലെയറുള്ള ഉടുപ്പാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തത് യോക്ക് പോർഷനാണ്. രണ്ടാമത്തെ പോർഷനിലേക്ക് വേണ്ടത് ലെങ്ത്ത് 26 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് ഫാബ്രിക്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 8.5 ഇഞ്ചസ് ആണ്. 2 പീസ് ഫാബ്രിക് ഇത് നമുക്ക് യോക്കിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ, അതായത് ലാസ്റ്റ് ലെയറിലേക്കുള്ള പീസാണ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചസ് ആണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതായത് നമ്മൾ ടോട്ടൽ ലെങ്ത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/4 ഇഞ്ച് കൊടുത്തേക്കുന്നതാണ്. നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചസും വിഡ്ത്ത് നമ്മൾ 11 ഇഞ്ചസുമാണ് എടുത്തേക്കുന്നത് മൂന്നാമത്തെ ലെയറിന്. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ജോയിൻ ചെയ്തിട്ട് എടുക്കണം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്ത് പതിച്ചടിക്കുക കേട്ടോ. ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് പതിച്ചടിക്കുക. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ നമ്മുടെ യോക്ക് പോർഷനിലേക്ക്, അതായത് 2 ലെയറും നമ്മുടെ യോക്ക് പോർഷനിലേക്ക് ജോയിൻ ചെയ്തെടുക്കണം. നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമ്മുടെ സ്ലീവ് കെട്ടുന്നത് അഥവാ ടൈ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് അടിവശം ഒന്ന് മടക്കി തേക്കുമ്പോഴത്തേനും നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത് കാലങ്ങൾ പഴക്കമുള്ള യാത്രകളെക്കുറിച്ചാണ്. ഇനിയുള്ള നമ്മുടെ കഥകൾ ഇന്നത്തെ ദ്വീപുകളിലെ കഥകളെക്കുറിച്ചാവാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് മറക്കാതെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്